FAQ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലെ 5 ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നോക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ ചോദ്യമാണ് ഹേമ ക്ലോസ് ദ ഡോർ. അപ്പോൾ ഹേമ പറയുന്നു ക്ലോസ് ദ ഡോർ എന്ന വാചകം പറഞ്ഞിരിക്കുന്നു. ഒരു കോൺവെർസേഷൻ ബിറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ടാഗ് ഉപയോഗിക്കാനാണ്. വിൽ യു ഓപ്ഷനിലുണ്ട്, ക്യാൻ യു ഓപ്ഷനിലുണ്ട്, ഡു യു ഓപ്ഷനിലുണ്ട്, അതുപോലെ ഡോണ്ട് യു ഓപ്ഷനിലുണ്ട്. നമുക്കറിയാം ഇമ്പരേറ്റീവ് സെൻറ്റൻസുകളുടെ ടാഗ് കോമൺ ടാഗാണ്. ഇമ്പരേറ്റീവ് സെൻസ് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? വെർബിലോ, പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട് മുതലായ വാക്കിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളെല്ലാം ഇമ്പരേറ്റീവാണ്. എന്നും കൂടെ വെർബിലോ, പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട് മുതലായ വാക്കിൽ തുടങ്ങുന്ന സെൻറ്റൻസുകൾ ഇമ്പരേറ്റീവാണ്. അപ്പോൾ അവയുടെ കോമൺ ടാഗ് വില്യു ആണ്. നമുക്ക് ഓപ്ഷനിൽ വില്യു എന്ത് ചെയ്യുന്നു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉത്തരമായിട്ട് എഴുതാം. ഇനി ഇമ്പരേറ്റീവ് സെൻറ്റൻസുകളുടെ രീതി മാറുന്നതിനനുസരിച്ച് വില്യുവിന് പകരം നമുക്ക് വോണ്ട് യു എഴുതാം, കാണ്ട് യു എഴുതാം. ഏതൊക്കെ എഴുതാം? വോണ്ട് യു എഴുതാം, കാണ്ട് യു എഴുതാം. എങ്ങനെ എഴുതാം? ഇമ്പരേറ്റീവ് സെൻറ്റൻസ് കർശനമായി പാലിക്കേണ്ട കാര്യമാണ് പറയുന്നതെങ്കിൽ നമുക്കവിടെ വോണ്ട് യു ഉത്തരം. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് കർശനമായി പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ വോണ്ട് യു ഉത്തരമായിട്ട് എഴുതാം. ഇനി അവിടെ എക്സാമ്പിൾ നോക്കുക. ബി കെയർഫുൾ വൈൽ യു ഡ്രൈവ്. ഡ്രൈവ് ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കണം, കർശനമായി പാലിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്കവിടെ ഉത്തരം വോണ്ട് യു ഉത്തരമായിട്ട് എഴുതാം. ഇനി വോണ്ട് യു ഇല്ല, വിൽ യു ഓപ്ഷനിലുണ്ടെങ്കിൽ അതും എഴുതാം. ഇനി അസഹിഷ്ണുതയെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളാണെങ്കിൽ, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ കാണ്ട് യു ടാഗായിട്ട് ഉപയോഗിക്കാം. സ്റ്റോപ്പ് നോൺസെൻസ് ടോക്കിംഗ് നമുക്ക് എവിടെ എന്ത് ഉപയോഗിക്കാം? കാണ്ട് യു ടാഗായിട്ട് ഉപയോഗിക്കാം. അടുത്തതാണ് രണ്ടാമത്തെ ചോദ്യം. ഐ വെൻറ്റ് ടു ഡാഷ് ഹോസ്പിറ്റൽ ടു സീ മൈ അങ്കിൾ. ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എ ഉണ്ട്, ആൻ ഉണ്ട്, ദായുണ്ട്, നോ ആർട്ടിക്കിൾ. നമുക്കറിയാം ഹോസ്പിറ്റല്, ചർച്ച്, അതുപോലെ ടെമ്പിള്, സ്കൂള്, കോളേജ്, പ്രിസൺ. ഹോസ്പിറ്റല്, ചർച്ച്, ടെമ്പിള്, സ്കൂള്, കോളേജ്, പ്രിസൺ എന്നീ വാക്കുകൾക്ക് മുന്നിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം, അതുപോലെ ഉപയോഗിക്കാതെ ഇരിക്കാം. ഇനി എങ്ങനെ നമുക്ക് ഇവ എങ്ങനെ കണ്ടെത്താം? എന്നീ സ്ഥലങ്ങളിൽ, ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ അതാത് പർപ്പസിനാണ് പോകുന്നതെങ്കിൽ നമ്മൾ ആർട്ടിക്കിളൊന്നും വേണ്ട. ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോയി. അപ്പോൾ അല്ലെങ്കിൽ സ്കൂളിലെ പർപ്പസ് പഠിക്കാൻ പോയി. അങ്ങനെയുള്ള അതാത് പർപ്പസിനാണ് പോകുന്നതെങ്കിൽ നോ ആർട്ടിക്കിൾ. അതർ പർപ്പസിനാണ് പോകുന്നതെങ്കിൽ ആർട്ടിക്കിൾ ദ ഉപയോഗിക്കണം. മറ്റ് കാര്യങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ പർപ്പസിനല്ല പോകുന്നതെങ്കിൽ ദ ഉപയോഗിക്കണം. ഇവിടെ നോക്ക്, ഹോസ്പിറ്റലിലേക്ക് പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അങ്കിളിനെ കാണാൻ. അതിൻ്റെ പർപ്പസാണോ? അത്രേ ഉള്ളൂ. അല്ലാത്തത് കൊണ്ട് നമുക്ക് ദ ചേർത്തിട്ട് പറയാം. അടുത്ത ചോദ്യം റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ടതാണ്. മൈ ബ്രദർ സെയ്സ് ഐ ലൈക്ക് റോസസ് വെരി മച്ച്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെഡിന് പകരം, റിപ്പോർട്ടിംഗ് വെർബായിട്ടുള്ള സെഡിന് പകരം സേ വരാം, അല്ലെങ്കിൽ സെയ്സ് വരാം. സേ അല്ലെങ്കിൽ സെയ്സ്, അതേപോലെ ടെല്ല് അല്ലെങ്കിൽ ടെൽസ്, അതുപോലെ ഹാസ് സെഡ് അല്ലെങ്കിൽ വിൽ സേ. ഇങ്ങനെയുള്ള പ്രസൻറ്റ് ഫോമുകളാണ് വരുന്നതെങ്കിൽ ഏതൊക്കെ? സേ ഓർ സെയ്സ്, ടെൽ ഓർ ടെൽസ്, ഹാസ് സെഡ് ഓർ വിൽ സേ. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ മറുഭാഗത്ത് എന്ത് മാറ്റണ്ട? ടെൻസ് മാറ്റണ്ട. മറുഭാഗത്തുള്ള വെർബൊന്നും മാറ്റണ്ട. ടെൻസ് മാറ്റാതെ റിപ്പോർട്ട് ചെയ്യണം. ദാറ്റ് ചേർത്ത് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നോക്ക്, ഇവിടെ സെയ്സ് ആണ് കിടക്കുന്നത്. അതുകൊണ്ട് മറുഭാഗത്ത് ടെൻസ് മാറ്റണ്ട. മറുഭാഗത്ത് സിമ്പിൾ പ്രസൻ്റ് ആണ്, ടെൻസ് മാറ്റണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ സെയ്സ് ദാറ്റ് വെച്ചിട്ട് എഴുതുക. അവിടെ എന്ത് ചെയ്യുന്നു? ഐ മാറിയിട്ട് മൈ ബ്രദറിനനുസരിച്ച് എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. അപ്പോൾ ഐ കോമ വി ഒക്കെ വന്നു കഴിഞ്ഞാൽ ആരാണോ സംസാരിച്ചത് ആ ആളാക്കി കൊടുക്കുക. മൈ ബ്രദറിനനുസരിച്ച് ഐയുടെ സ്ഥാനത്ത് ഹി ആക്കി കൊടുക്കുന്നു. അപ്പോൾ ഹി എന്ന് പറയുന്നത് സിംഗുലാർ, ലൈക്ക് എന്ന് പറയുന്നത് പ്ലൂറൽ വെർബാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സിംഗുലാർ വെർബ് ഏതാണ്? ലൈക്സ്. അപ്പോൾ ലൈക്സ് ആയി കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? മൈ ബ്രദർ സെയ്സ് ദാറ്റ് ഹി ലൈക്സ് റോസസ് വെരി മച്ച്. അത് വരുന്ന ഓപ്ഷൻ ഏതായിരുന്നു? ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, മൈ ബ്രദർ സെഡ് ദാറ്റ്. സെഡ് ദാറ്റ് വരുമോ? വരൂല, അതുകൊണ്ട് അത് കളഞ്ഞു. രണ്ടാമത്തത് മൈ ബ്രദർ സെഡ് ദാറ്റ്, അവിടെയും സെഡ് ദാറ്റ് ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് അത് വേണ്ട. നമുക്ക് സെയ്സ് ദാറ്റ് വെച്ച് പറഞ്ഞാൽ മതി. അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, മൈ ബ്രദർ സെയ്സ് ദാറ്റ് ഹി ലൈക്സ് റോസസ് വെരി മച്ച്. ഓപ്ഷൻ ശരിയല്ലേ? സെയ്സ് ദാറ്റ് വന്നിരിക്കുന്നു, ഹി മാറിയിട്ടുണ്ട്, ലൈക്സ് എന്ന് പറയുന്നത് സിംഗുലാർ വെർബായിട്ടുണ്ട്.
അടുത്ത 4ാമത്തെ ഓപ്ഷൻ നോക്കിയേ, മൈ ബ്രദർ സെയ്സ് ദാറ്റ് ഹി ലൈക്ഡ്. ഇവിടെ ലൈക്കിന് പകരം ലൈക്ഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈക്സിന് പകരം ലൈക്ഡ് ഉപയോഗിച്ചു, അതുകൊണ്ട് അത് വരില്ല. സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, അക്ഷര ഈസ് ഫോണ്ട് ഡാഷ് സ്വീറ്റ്സ്. അക്ഷര ഈസ് ഫോണ്ട് ഡാഷ് സ്വീറ്റ്സ്. അപ്പോൾ നോക്കിയേ, പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ഓഫ് ഓപ്ഷനിലുണ്ട്, അറ്റ് ഓപ്ഷനിലുണ്ട്, ടു ഓപ്ഷനിലുണ്ട്, ഫോർ ഓപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്കറിയാം ഫോണ്ടിനോടൊപ്പം എപ്പോഴും ഏത് പ്രിപ്പോസിഷനെ ചേരുള്ളൂ? ഫിക്സഡ് പ്രിപ്പോസിഷനാണ് ഓഫ്. അപ്പോൾ നമുക്ക് പറയുമ്പോഴേ അറിയാം ഫോണ്ട് ഓഫ്. അപ്പോൾ അതുപോലെ ഓഫ് വരുന്ന മറ്റു വാക്കുകളാണ് അബണ്ടൻസ്. ഒന്നാമത്തെ വാക്ക് ഏതാ? അബണ്ടൻസ് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞിട്ട് ഡാഷ് തന്നു കഴിഞ്ഞാൽ ഓഫ് ചേർത്ത് പറയാം. അതുപോലെ അഫ്രൈഡ്, അബണ്ടൻസ്, അഫ്രൈഡ്, അപ്രൂവൽ. അബണ്ടൻസ്, അഫ്രൈഡ്, അപ്രൂവൽ. അതുപോലെ ബിവെയർ, ക്യാപ്പബിൾ, കോൺഫിഡൻറ്റ്. അതുപോലെ എൻവി, അതുപോലെ ഫിയർ. കോൺഫിഡൻറ്റ്, എൻവി, ഫിയർ. അതുപോലെ ഫോണ്ട് വരാം, ഫോണ്ട് ഓഫ്, അതിപ്പോൾ പഠിച്ചു. അതുപോലെ ഇന്നസെൻറ്റ്, അതുപോലെ പ്രൗഡ്, അതുപോലെ സെൻസിബിൾ. അപ്പോൾ ഇത്തരം മുതലായ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ഓഫ്. ഏതൊക്കെ വാക്കുകൾ? അബണ്ടൻസ്, അഫ്രൈഡ്, അപ്രൂവൽ, ബിവെയർ, ക്യാപ്പബിൾ, കോൺഫിഡൻറ്റ്, എൻവി, ഫിയർ, അതുപോലെ ഫോണ്ട്, ഇന്നസെൻറ്റ്, പ്രൗഡ്, സെൻസിബിൾ. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ഓഫ് ചേർത്ത് പറയുക. അടുത്ത ചോദ്യം, ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക്. ഏത് തരം സെൻറ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഡിക്ലറേറ്റീവ് ഓപ്ഷനിലുണ്ട്, എക്സ്ക്ലമേറ്ററി ഓപ്ഷനിലുണ്ട്, ഇമ്പരേറ്റീവ് ഓപ്ഷനിലുണ്ട്, ഇൻറ്ററോഗേറ്റീവ് ഓപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ത് ചെയ്യുന്നൂടെ? ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു വെർബാണ്. വെർബിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? ഇമ്പരേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയാം. വെർബിലോ പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട് എന്നീ വാക്കുകളിൽ തുടങ്ങുന്ന സെൻറ്റൻസ് ഇമ്പരേറ്റീവ്. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അസേർട്ടീവ് അല്ലെങ്കിൽ ഏത് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ് ഒന്നാമത്തെ സെൻറ്റൻസിൻ്റെ പേരാണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം, അസേർട്ടീവ് എന്ന് പറയാം, ഡിക്ലറേറ്റീവ് എന്ന് പറയാം, അഫർമേറ്റീവ് എന്ന് പറയാം. ഇതെങ്ങനെ മനസ്സിലാക്കാം? സബ്ജക്റ്റുകളിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അടുത്ത എക്സ്ക്ലമേറ്ററി ടൈപ്പ് സെൻറ്റൻസ്, ആശ്ചര്യചിഹ്നം വരുന്ന സെൻറ്റൻസുകളെ എക്സ്ക്ലമേറ്ററി എന്ന് പറയുന്നു. അടുത്തത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എങ്ങനെ മനസ്സിലാക്കാം? ക്വസ്റ്റ്യൻ വേർഡിലോ ഓക്സിലറി വെർബിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെൻറ്റൻസുകളെ എന്തെന്ന് വിളിക്കാം? ഇൻറ്ററോഗേറ്റീവ് എന്ന് വിളിക്കാം.